പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. അടുത്ത മാസത്തോടെ പദ്ധതി പൂർത്തീകരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ. 2 വർഷത്തിലധികമായി നവീകരണം മന്ദഗതിയിലായിരുന്നു. രാജ്യത്തെ ചെറിയ റെയിൽവേ സ്റ്റേഷനുകൾ ഉന്നത നിലവാരത്തിൽ വികസിപ്പിക്കുന്ന അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നവീകരണങ്ങളാണ് പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്നുവരുന്നത്. കഴിഞ്ഞ 2 വർഷത്തിലധികമായി മെല്ലെപ്പോക്കിലായിരുന്ന പ്രവൃത്തികൾ ഇപ്പോൾ വേഗത്തിലായിട്ടുണ്ട്. അടുത്ത മാസത്തോടെ പ്രവൃത്തികൾ പൂർത്തിയാക്കാൻ കരാറുകാർക്ക് റെയിൽവേ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ കാലാവസ്ഥ പ്രതികൂലമായാൽ നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും വൈകുമോ എന്ന ആശങ്കയുമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിൽ നിർമ്മാണം ആരംഭിച്ച പാർക്കിംഗ് സ്ഥലത്ത് നിലം കോൺക്രീറ്റ് ചെയ്ത് വാഹനങ്ങൾ കയറ്റാനുള്ള റാമ്പിന്റെ നിർമ്മാണം നടന്നു വരികയാണ്. വൈദ്യുതീകരണ ജോലികളും നടക്കാനുണ്ട്. ഏകദേശം 600 ചതുരശ്ര മീറ്റർ ഭൂമിയിൽ മേൽക്കൂരയോടുകൂടി ഒരുക്കിയിട്ടുള്ള പാർക്കിംഗ് സ്ഥലം പൂർത്തിയാകുന്നതോടെ 24 കാറുകളും 240 ഇരുചക്ര വാഹനങ്ങളും പാർക്ക് ചെയ്യാമെന്നാണ് കണക്കുകൂട്ടൽ. തുറസായ സ്ഥലത്ത് 68 ഇരുചക്ര വാഹനങ്ങൾ കൂടി പാർക്ക് ചെയ്യാൻ കഴിയും. ചൌക്കയിൽ നിന്ന് സ്റ്റേഷനിലേക്കുള്ള റോഡിലെ കവാടത്തിന്റെ നിർമ്മാണവും പൂർത്തീകരിച്ചു. ഇതിൽ പെയിന്റിംഗ് ജോലികൾ നടന്നു വരികയാണ്. സ്റ്റേഷനുള്ളിൽ യാത്രക്കാർക്കായുള്ള കാത്തിരിപ്പ് മുറിയുടെ നിർമ്മാണവും അന്തിമഘട്ടത്തിലാണ്. 2ാം പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച ലിഫ്റ്റിന്റെ ക്യാബിനുള്ളിലെ നീർവാർച്ചയും പരിഹരിച്ചു. പ്രധാന സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മരാമത്ത് പ്രവൃത്തികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കി പ്രവൃത്തികൾ പൂർത്തിയായാലേ സ്റ്റേഷൻ മുറ്റത്തെ വാഹന പാർക്കിംഗ് അവസാനിപ്പിച്ച് പൂന്തോട്ടം ഒരുക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യാനാകൂ. കഴിഞ്ഞ ഒക്ടോബറിൽ സ്റ്റേഷൻ പരിശോധിക്കാനെത്തിയ മധുര ഡിവിഷണൽ മാനേജർ ഓംപ്രകാശ് മീണ പ്രവൃത്തികൾ അനിശ്ചിതമായി വൈകുന്നതിന് ബന്ധപ്പെട്ട അധികൃതരെ ശാസിച്ചിരുന്നു. അമൃത ഭാരത് പദ്ധതി പ്രകാരം ഒട്ടേറെ പരാതികൾ ലഭിച്ച സാഹചര്യത്തിലായിരുന്നു DRMന്റെ സന്ദർശനം. രാജ്യത്തെ 1000 ചെറു സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങളും യാത്രക്കാർക്കുള്ള സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിനാണ് അമൃത് ഭാരത് പദ്ധതി നടപ്പാക്കുന്നത്. കൊല്ലം ചെങ്കോട്ട പാതയിൽ പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പരിഗണിക്കപ്പെട്ട കേരളത്തിലെ ഏക സ്റ്റേഷനാണ് പുനലൂരിലേത്. 2024 ഫെബ്രുവരിയിലാണ് പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.